മഹാകഥാകാരന്റെ വിയോഗം മലയാള സാഹിത്യ ലോകത്തിന് തീരാ നഷ്ടമാണെന്ന് ആവർത്തിച്ചു പറയുകയാണ് എം.ടിക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തിയ എഴുത്തുകാരും സാഹിത്യപ്രവർത്തകരും. സാഹിത്യകുലപതിയെ അന്ത്യയാത്രയാക്കാൻ അനാരോഗ്യം വകവയ്ക്കാതെയാണ് പലരും എത്തിയത്. എളുപ്പത്തിൽ നികത്താനാകാത്ത നഷ്ടമാണ് എം.ടി. വാസുദേവൻ നായരുടെ വിയോഗമെന്ന് കഥാകൃത്ത് ടി. പത്മനാഭൻ. എന്നെ പോലെയല്ല അദ്ദേഹം. ഞാൻ ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയവന്. എം.ടി. അങ്ങനെയല്ല. പല പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ്, വളരെ വിശാലമാണ്. എല്ലാത്തരം വായനക്കാരെയും മുന്നിൽ കണ്ടുള്ള എഴുത്തുകളിലൂടെ തലമുറ ഭേദമന്യേ വായനക്കാരെ സമ്പാദിച്ചു എം.ടി. എന്ന് എം. മുകുന്ദൻ. തന്റേതായ സാഹിതീയ വ്യക്തിത്വം രചനകളിൽ പുലർത്തിയ ആളായിരുന്നു എം.ടി. വാസുദേവൻ നായരെന്ന് എം. കെ. സാനു മാസ്റ്റർ. എം.ടി. വാസുദേവൻ നായർ വ്യത്യസ്തനാണ്. അതിനാണ് നാം വ്യക്തിത്വം എന്ന് പറയുന്നത്. സാഹിതീയ വ്യക്തിത്വം മലയാളത്തിൽ ഇതുപോലെ പ്രചാരമാക്കിയ ഒരു വ്യക്തി എം.ടിയുടെ തലമുറയിൽ വേറെ ആരുമില്ല എന്നാണ് തോന്നുന്നത്. ഭാഷയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും അതുല്യ സംഭാവന ചെയ്ത പ്രതിഭയാണ് എം.ടി. എന്ന് എഴുത്തുകാരി സാറ ജോസഫ്. അതുല്യമായ സംഭാവനകൾ ചെയ്ത ജീനിയസായ മലയാളത്തിൻ്റെ എഴുത്തുകാരൻ എം.ടി. അദ്ദേഹത്തിൻ്റെ ദൂര യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അനുജനാണെങ്കിലും ഗുരുനാഥനെ പോലെയാണ് എം.ടിയെ കണ്ടിരുന്നതെന്ന് കവയത്രി ലീലാവതി. എനിക്ക് അത്രയേറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അദ്ദേഹം. ലിഖിത സാഹിത്യത്തിൽ എന്ന പോലെ തന്നെ ദൃശ്യകലാ സാഹിത്യത്തിലും തൊട്ടതൊക്കെ പൊന്നാക്കുക എന്നുള്ള ഒരു വരം കിട്ടിയിട്ടുള്ളത് മലയാളത്തിൽ അദ്ദേഹത്തിന് മാത്രമാണ്. ആരോടും പരിഭവമില്ലാത്ത എഴുത്തുകാരനെന്നായിരുന്നു എം.ടിയെ സേതു വിശേഷിപ്പിച്ചത്. എം.ടി. വാസുദേവൻ നായർ എന്നോട് പറഞ്ഞു, എനിക്ക് യാതൊരു പരിഭ്രമവുമില്ല. കാരണം എൻ്റെ നിലപാട് തറയെപ്പറ്റി എനിക്ക് നല്ല ഉറപ്പാണ്. അതായിരുന്നു എഴുത്തുകാരൻ്റെ ഒരു ശക്തി. നല്ല മലയാളം പഠിപ്പിച്ച പുതുമലയാളത്തിന്റെ എഴുത്തച്ഛനെന്നാണ് കവി മധുസൂദനൻ നായർ എം.ടിയെ കുറിച്ച് പറഞ്ഞത്. ഒരു മഹാപ്രകാശത്തിൻ്റെ നേരിട്ടുള്ള അനുഭവം കിട്ടാതായിരിക്കും. അദ്ദേഹം പാടെ മറഞ്ഞുപോയി എന്ന് ഞാൻ കരുതുന്നില്ല. എം.ടി ഒരു പാഠപുസ്തകം പോലെ മലയാളത്തിന് മുമ്പിൽ എന്നും ഉണ്ടാകുമെന്ന് കെ.ആർ. മീര. പുരോഗമന ആശയങ്ങൾ നമുക്ക് സമ്മാനിച്ച, അതായത് കാലത്തിന് മുമ്പേ സമ്മാനിച്ച മറ്റെഴുത്തുകാരില്ല എന്നും വേണമെങ്കിൽ പറയാം. മലയാള സാഹിത്യ കുലപതിക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ എഴുത്തുകാർക്കെല്ലാം പറയാനുള്ളത് എം.ടി ഒഴിച്ചിടുന്ന വലിയ വിടവിനെക്കുറിച്ച് മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.